ഇക്കഴിഞ്ഞ ഏപ്രിലിൽ ആലപ്പുഴയിൽ നിന്നും സൗദിയിലെ റിയാദിലേക്ക് വീട്ടുജോലിക്കായി പോയ മേരിദാസിന് ക്രൂരമായ പീഡനങ്ങളാണ് ഏൽക്കേണ്ടി വന്നിരിക്കുന്നത്. ഇതുവരെ ശമ്പളമോ ഒരിക്കൽ പോലും വീട്ടിലേക്ക് വിളിക്കുവാനോ മേരിക്ക് കഴിഞ്ഞിട്ടില്ല. ആലപ്പുഴയിലെ തുമ്പോളിയിലുള്ള മോളിയും എറണാകുളത്തുള്ള നൌഷാദുമാണ് ഇന്ന് മേരിയുടെ ഈ അവസ്ഥയ്ക്ക് കാരണക്കാർ. മേരിയുടെ മോചനം മാത്രമാണ് മേരിയുടെ അമ്മയായ റീത്താമ്മയ്ക്ക് ആവശ്യം. മേരിക്ക് ജോലി എടുക്കുവാനോ ദേഹം മൊത്തം പൊള്ളിയിട്ട് വല്ലാത്തൊരവസ്ഥയിലാണ് മേരി ഇപ്പോൾ. അത് കാരണമാണ് മേരിയുടെ തിരിച്ചുവരവ് ആഗ്രഹിക്കുന്നത് ഈ അമ്മ. ഇത്രയൊക്കെ ആയിട്ടും ആ വീട്ടുകാർ മേരിയുടെ പീഡനങ്ങൾക്ക് ഒട്ടും തന്നെ കുറവ് വരുത്തിയിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. റീത്താമ്മയോട് തന്നെ ചോദിച്ചറിയാം മേരിയെ കുറിച്ച്. മേരി മുമ്പ് പോയിട്ടുണ്ടോ? ഇല്ല, ആദ്യമായിട്ട് പോണ സാറേ. ആദ്യമായിട്ട് പോണതാ. മേരി കല്യാണം കഴിച്ചാണോ? കല്യാണം കഴിച്ചാണ്. ഭർത്താവ് വണ്ടി ആക്സിഡന്റ് ഉണ്ടായിട്ട് തലക്ക് നല്ല ഇതുമില്ല, കാല് കമ്പിയൊക്കെ ഇട്ടിരിക്കണ കാരണം നടക്കാനൊന്നും പാടില്ല, സുഖമില്ലാതിരിക്കും. പിന്നെ 2 കൊച്ചുങ്ങളും 3 പ്രാവശ്യം അറ്റാക്ക് വന്ന അമ്മായി അമ്മയോടെ ഉള്ളത്. ഒരു വീടില്ല, ഒന്നുമില്ലാത്തത് കൊണ്ട് ഒരുപാട് കടവ് ഉള്ളത് കൊണ്ടാണ് എൻ്റെ മകളെ ഈ പോക്ക് പോയത്. അവര് പറഞ്ഞ ഒരു കൊച്ചിനെ നോക്കാന്ന് കൊണ്ടാണ് കൊണ്ടുപോയത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് വീട്ടു ജോലി എല്ലാം അവളെ കൊണ്ട് ചെയ്യിപ്പി. ഒരു സമയം പോലും ഒരു മിനിറ്റ് ഇരിക്കാനൊക്കെ ഇല്ല. കൈപൊള്ളിയ കാര്യം പറഞ്ഞ് അതൊന്നും ഇവിടെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. മേടിച്ച് മരുന്ന് പോലും മേടിച്ച് കൊടുത്തില്ല. ഇവിടെ ജോലി ചെയ്യണമെന്ന് പിന്നീട് ആ പൊള്ളിയ കൈയും വെച്ചിട്ട് ജോലി ചെയ്യിപ്പിക്കണം ചെയ്തു. ഒരു ദിവസം തലവേദന വന്ന് ഇച്ചിരി അടമാറി ഇരുന്നതിന് ഒരു ഒരുപാട് വഴക്കിട്ടെന്ന് പറഞ്ഞു. ഭർത്താവ് ഈ സിസിയിലായത് കൊണ്ടാണ് 2 കുഞ്ഞുങ്ങളുണ്ട്, ഒരാണും ഒരു പെണ്ണും. അങ്ങനെ പോലും കയറി കിടക്കാൻ ഒരു കുടുംബം പോലും ഇല്ല നിങ്ങൾക്ക്. ആരെ കൊണ്ടുപോയി? നൗഷാദ് മോളി എന്ന് പറഞ്ഞ ആളുമുണ്ട്, പെണ്ണും പിള്ളേരുണ്ട് ഇയാൾക്ക് കൂടെ. അയാളാണെന്നുണ്ടെങ്കിൽ പോയ ആഴ്ചയിലൊക്കെ 1-2 പ്രാവശ്യമൊക്കെ ഞങ്ങൾ വിളിച്ചപ്പോൾ എടുത്തായിരുന്നു. പിന്നെ ഇപ്പം വിളിയുമില്ല, ഒന്നുമില്ല. അയാളെ പറ്റി ഒരു അറിവ് പോലും ഇല്ല. ഇതുവരെ ശമ്പളമൊന്നും അയച്ചിട്ടില്ലല്ലോ അല്ലേ? ഇല്ല. അതിനെ കുറിച്ച് വല്ലതും പറഞ്ഞു? ശമ്പളം ചോദിച്ചപ്പോൾ അവർക്ക് പറഞ്ഞ പൈസ ഇല്ലെന്ന് പറഞ്ഞു. നൗഷാദെ, നിങ്ങൾ സഹായിച്ച മനുഷ്യരാണ് എൻ്റെ മുന്നിൽ വന്നിരുന്നിട്ട് നിങ്ങളെ കുറിച്ചുള്ള പരാതികൾ. ദൈവം പോലും പൊറുക്കാത്ത ഒരു അപരാധം പോലെയാണ് എനിക്കിത് തോന്നുന്നത്. എന്തിനാണ് ഈ പാവപ്പെട്ട മനുഷ്യരെ, ഒരു ഗതിയുമില്ലാത്ത മനുഷ്യരെ ഇങ്ങനെ കൊണ്ടുപോയി സഹായിക്കുക എന്ന് വെച്ചാൽ സഹായിക്കലാണ്. എന്തെങ്കിലും ഗുണം ചെയ്യുക കുടുംബത്തിന്, ശമ്പളവുമില്ല, ഒന്നുമില്ല. എങ്ങനെയാണ് ആ സ്ത്രീ ജീവിക്കുന്നത് എന്ന് നിങ്ങൾക്കറിയാലോ. അങ്ങനത്തെ പാവങ്ങളെ കൊണ്ടുപോയിട്ട് ഇങ്ങനെ പീഡിപ്പിക്കുന്ന ആളുടെ കയ്യിലേക്ക് കൈപൊള്ളിയിട്ട് സുഖമില്ല എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ ജോലി ചെയ്യണമെന്നും ഞങ്ങൾക്കറിയില്ല എന്ന് പറയുന്ന ദുഷ്ടന്മാരുടെ കയ്യിലേക്കാണ് നിങ്ങൾ ആ പാവപ്പെട്ട സ്ത്രീയെ എറിഞ്ഞു കൊടുത്തിട്ടുള്ളത്. ഒരു കാരുണ്യവും അവരുടെ മനസ്സിലില്ല എന്നുള്ളതിൻ്റെ തെളിവല്ലേ അത്? എന്താണ് അവിടെ നടക്കുന്നത്? ഈ പാവപ്പെട്ട മനുഷ്യരെ കൊണ്ടുപോയിട്ട് ഏത് തരത്തിലുള്ള മനുഷ്യരുടെ അടുത്തേക്കാണ് ഇവർ വീട്ടുജോലിക്ക് വേണ്ടി പോകുന്നത്? മനുഷ്യത്വം മുഴുവൻ അറ്റുപോയോ എന്നെനിക്ക് സംശയം തോന്നുന്നു. സൗദി അറേബ്യയിൽ വീട്ടുതൊഴിലിന് കൊണ്ടുപോകുന്ന സ്പോൺസർമാരുടെ കുടുംബങ്ങളിലെ ജീവിതത്തിൽ മനുഷ്യത്വമില്ലാതായിരിക്കുന്നു. ഈ മനുഷ്യരോട് മൃഗങ്ങളോടേക്കാൾ മോശമായ രീതിയിൽ ഇവർ പെരുമാറും. ആരും ചോദിക്കാനില്ല. 2 മക്കള്, കാറപടത്തിൽ ഒട്ടേറെ പരിക്കുകളുമായി കഴിയുന്ന ഭർത്താവ്. ഈ അവസ്ഥയിലാണ് ആ സ്ത്രീ നാടുവിടുന്നത്. കുടുംബത്തിലേക്ക് 10 രൂപ വന്നാൽ അത് മക്കൾ ഭക്ഷണം കഴിക്കുമല്ലോ എന്നുള്ള ഒരു ചിന്തയായിരുന്നു അവർ നാടുവിടുമ്പോൾ ഉണ്ടായിരുന്നത്. ഇന്ന് അവരുടെ സ്ഥിതി ഒരു പൈസ പോലും നാട്ടിലേക്ക് അയക്കാൻ കഴിയുന്നില്ല അവർക്ക്. അവരെ മക്കൾ പട്ടിണിയിൽ, അവരെ ഭർത്താവ് രോഗി. ഇവിടെ അമ്മ വന്നിരുന്ന് കരയാണ് എൻ്റെ മുന്നിൽ. ലോകം മുഴുവൻ ഈ കരച്ചിൽ കാണുന്നുണ്ട്. പ്രവാസ ലോകത്ത് റിയാദിലുള്ള ആളുകൾ ഇത് കാണുന്നുണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് ഈ സ്ത്രീയെ സഹായിക്കാൻ കഴിഞ്ഞാൽ
അതായിരിക്കും ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ പുണ്യം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മേരിക്ക് എങ്ങനെയെങ്കിലും നാട്ടിൽ വന്നാൽ മതി എന്നായിട്ടുണ്ട്. എല്ലാ സൗഭാഗ്യങ്ങളും ഇതാണ് എന്ന് അവർക്ക് മനസ്സിലായി. ഈ അമ്മയുടെ കരച്ചിലിൽ നിന്ന് തന്നെ കാര്യങ്ങളുടെ എല്ലാ സത്യവും നമുക്ക് വെളിപ്പെടും. ഇവരൊക്കെ കരയല്ലാതെ ഇവർക്ക് ആരോട് എന്ത് പറഞ്ഞിട്ടാണ് പരിഹാരം കിട്ടുക? ആരോടും പറഞ്ഞിട്ടും രക്ഷപ്പെടാത്ത മനുഷ്യ ജീവിതങ്ങളാണ് നമ്മളെ മുന്നിലൂടെ കടന്നു പോകുന്നത്. എല്ലാ ദുരിതങ്ങളും സ്വയം മനസ്സിലൊതുക്കിക്കൊണ്ട്, എല്ലാ വിധികൾക്ക് വിട്ടുകൊണ്ട്, നിത്യജീവിതത്തിന് പോലും ഭക്ഷണത്തിന് പോലും കഴിവില്ലാത്ത മനുഷ്യർ വന്ന് തേങ്ങിക്കരയുന്ന ഒരവസ്ഥയാണ് നമ്മൾ കാണുന്നത്. അതിനെ സഹായിക്കുന്ന നിലപാടുകൾ എടുക്കരുത്, ഈ പാവങ്ങളെ ചൂഷണം ചെയ്യുന്നതിനുള്ള നിലപാടുകൾ എടുക്കരുത് എന്നാണ് എനിക്ക് ഇവിടുത്തെ ട്രാവൽ ഏജന്റ് നൗഷാദിനെ പോലുള്ള ആളുകളോട് പറയാനുള്ളത്. നമുക്കും കുടുംബവും കുട്ടികളൊക്കെ ഉണ്ട്. ഇപ്പൊ ഇവരെ ആരടുത്ത് ചെന്ന് പറയാനാണ്? ഇവരുടെ ഭക്ഷണത്തിന് പോലും വകയില്ലാത്തവർ എവിടെ യാത്ര ചെയ്തു പോയി ഈ വിഷയങ്ങൾ അവതരിപ്പിക്കാനാണ്? ഇപ്പൊ ഗൾഫ് മേഖലകളിലുള്ള പ്രവാസ ലോകം പ്രവർത്തകരോട് ഈ ദുരിത കയത്തിൽ കഴിയുന്ന മനുഷ്യർക്ക് ഒരു കൈ നമ്മൾ നീട്ടേണ്ടതുണ്ട് എന്നുള്ളത് തന്നെയാണ്. തീർച്ചയായിട്ടും മേരിയെ എങ്ങനെയെങ്കിലും നാട്ടിലെത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ പ്രവാസ ലോകം പ്രവർത്തകർ ശ്രമിക്കണം. അവരുടെ ഫോൺ നമ്പർ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇതാണിപ്പോൾ ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യം. എങ്ങനെയെങ്കിലും നാട്ടിൽ വന്നാൽ മതി, ഞങ്ങൾ ശ്രമിക്കാം. അല്ലെങ്കിൽ എൻ്റെ മക്കൾക്ക് ആരുമില്ലാതെ ഒക്കെ മനസ്സിലായി, ഒന്നും പറയണ്ട, എല്ലാം മുഴുവൻ മനസ്സിലായി. ഹസ്ബൻഡ് ഒട്ടും വയ്യാതെ നമ്മളിപ്പോൾ മനസ്സിലായില്ല, അല്ലെങ്കിൽ അയാൾ വരുമല്ലോ.